ഈ ഓട്ടോഇമ്മ്യൂൺ ഇത്തരത്തിലുള്ള ആർത്രൈറ്റിസ് ഏത് രോഗമാണെങ്കിലും അതിനകത്ത് സ്റ്റിറോയിഡ്സ് ഉപയോഗിക്കുന്നതിനെ പറ്റി ഒരുപാട് പേർക്ക് ഭയാശങ്കകളുണ്ട്. അതിനെക്കുറിച്ച് മോഡേൺ മെഡിസിനിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു അഡ്വാൻസ്മെൻറ്റ്സിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ ഡോക്ടർക്ക് എന്താണ് മറുപടി പറയാനുള്ളത്? നമ്മൾ സ്റ്റിറോയിഡുകളുടെ ഉപയോഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനൊരു ചരിത്രമുണ്ട്. ചരിത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1940കളിലാണ് സ്റ്റിറോയിഡുകൾ ചികിത്സയ്ക്കുള്ള ഒരു സ്റ്റിറോയിഡുകൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്ത് ചികിത്സയ്ക്ക് ഉപയോഗിക്കാമെന്നുള്ളൊരു പ്രപ്പോസൽ വന്നത്. ഫിലിപ്പ് ഹെഞ്ച് എന്ന് പറയുന്ന ഒരു US ഫിസിഷ്യൻ കം സയൻറ്റിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ടീമാണ് സ്റ്റിറോയിഡുകൾ ആദ്യമായിട്ട് ക്ലിനിക്കൽ യൂസിന്, അതായത് രോഗത്തിൻ്റെ ചികിത്സയ്ക്കായിട്ട് ഉപയോഗിച്ച് തുടങ്ങിയത്. ഇൻസിഡൻ്റ്ലി സ്റ്റിറോയിഡുകൾ ഉപയോഗിച്ച് ആദ്യമായി ചികിത്സിച്ച അസുഖം എന്ന് പറഞ്ഞാൽ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആണ്. അപ്പോൾ ആ ഒരു ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ വ്യക്തമായിട്ട്, വളരെ രസകരമായിട്ട് തന്നെ അത് പല എഴുത്തുകുത്തുകളും നമുക്ക് പിന്നോട്ട് പോയാൽ കാണാൻ പറ്റും. അപ്പം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഡിസ്കവറി നടത്തി ഏറ്റവും വേഗം നോബൽ പ്രൈസ് കിട്ടിയ ഒരു സാഹചര്യം ഉണ്ടായത് സ്റ്റിറോയിഡിൻ്റെയാണ്. സാധാരണ ഒരു ഡിസ്കവറി നടത്തി കഴിഞ്ഞ് 20-30 വർഷം കഴിഞ്ഞാണ് അതിനൊരു നോബൽ പ്രൈസ് കിട്ടുന്നത്. ഇത് ഈ സ്റ്റിറോയിഡുകളുടെ ഉപയോഗം വന്ന് അത് ഫലപ്രദമാണ്, ചികിത്സയിൽ ഫലപ്രദമാണെന്ന് കണ്ട് ഏതാണ്ട് 2-3 വർഷത്തിനുള്ളിൽ തന്നെ നോബൽ പ്രൈസ് ലഭിച്ച ഏക ഒരു കണ്ടുപിടുത്തം ഇത് തന്നെയാണ്. പക്ഷേ അതിനെ തുടർന്ന് ഈ പേഷ്യൻ്റ്, ഒരു മിസ്സസ് എക്സ് എന്ന് പറയുന്ന പേഷ്യൻ്റാണ് സ്റ്റിറോയിഡ് ആദ്യമായിട്ട് ഉപയോഗിച്ചതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവർക്ക് അത് സ്റ്റാർട്ട് ചെയ്ത്, ബെഡിൽ അനങ്ങാൻ വയ്യാതെ കിടന്ന ഒരു വ്യക്തിയായ അവർക്ക് അത് സ്റ്റാർട്ട് ചെയ്ത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ 3-4 ദിവസങ്ങൾക്കുള്ളിൽ അവർ വളരെ ഫ്രീ ആയിട്ട് നടന്നു തുടങ്ങിയെന്നാണ് ക്ലിനിക്കൽ നോട്ട്സ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ അത് തുടർന്ന് ഉപയോഗിച്ചതിൽ നിന്ന് അതിൻ്റെ സൈഡ് എഫക്ട്സ് വളരെ വ്യക്തമായിട്ട് പിന്നെ മനസ്സിലായി. വണ്ണം കൂടി, BP കൂടി, തിമിരമെന്നൊക്കെ അതിൻ്റെ ഫലമായിട്ടുണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഫേമസ് ആയ ഒരു ഡിസ്കവറിയും അറ്റ് ദ സെയിം ടൈം ഏറ്റവും കൂടുതൽ പഴികേറ്റപ്പെട്ട ഒരു ഡിസ്കവറിയും ഇത് തന്നെയായിരുന്നു. അതിനെ തുടർന്ന് സ്റ്റിറോയിഡുകളുടെ ഉപയോഗത്തെക്കുറിച്ച് വളരെയധികം ആശങ്കകൾ മെഡിക്കൽ സമൂഹത്തിനും ആ ആശങ്കകൾ പൊതുസമൂഹത്തിലേക്കും പകർന്നു കൊടുക്കപ്പെട്ടിട്ടുണ്ട്. ആശങ്കകളൊന്നും അസ്ഥാനത്തല്ല. പക്ഷേ തുടർന്ന് നമ്മൾ മനസ്സിലാക്കിയതെന്ന് പറഞ്ഞാൽ സ്റ്റിറോയിഡുകളുടെ ഉപയോഗത്തിനകത്ത് 2 കാര്യങ്ങൾ വളരെ കീയാണ്. എത്ര ഡോസാണ് ഉപയോഗിക്കുന്നത്, എത്ര കാലമാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ 50 മില്ലിഗ്രാം പ്രെഡ്നിസോലോൺ നമ്മൾ 6 മാസം യൂസ് ചെയ്യുന്നത് വളരെ അപകടകരം തന്നെയാണ്. അതിനകത്ത് സൈഡ് എഫക്റ്റ് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അത് ഓൾമോസ്റ്റ് ഒരു അസുഖത്തിനും ആ ഒരു ഡോസ് യൂസ് ചെയ്യേണ്ടി വരുന്നതിന് നമുക്ക് ന്യായീകരിക്കാൻ സാധിക്കുന്നതല്ല. പക്ഷേ 50 മില്ലിഗ്രാം തുടക്കത്തിൽ യൂസ് ചെയ്ത് അതിനെ ഒരു 3 മാസത്തിനുള്ളിൽ 10 മില്ലിഗ്രാമോ അല്ലെങ്കിൽ 6 മാസത്തിനുള്ളിൽ 5-10 മില്ലിഗ്രാം ആക്കി കഴിഞ്ഞാൽ അതുകൊണ്ടുള്ള ബെനിഫിറ്റ് ഇതിൻ്റെ റിസ്കിനേക്കാൾ ഒത്തിരി കൂടുതലാണ്. ഇപ്പോൾ SLEയുടെ മോർട്ടാലിറ്റി തന്നെ പറഞ്ഞല്ലോ. നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റിറോയിഡ് യൂസ് ചെയ്യാം, പക്ഷേ യൂസ് ചെയ്യേണ്ട രീതി മാറ്റുക. നല്ലൊരു ഡോസിൽ ഉപയോഗിച്ചിട്ട് അതിനെ എത്രയും വേഗം താത്തു കൊണ്ടുവന്ന് അസുഖത്തിൻ്റെ കൺട്രോൾ വരുന്നതിനനുസരിച്ച് താത്തു കൊണ്ടുവരിക. രണ്ടാമത്തൊരു വസ്തു നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്റ്റിറോയിഡ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഇല്ലാത്തൊരു സാധനമല്ല, നമ്മുടെ ശരീരത്തിൽ വേണ്ട ഒരു സാധനം തന്നെയാണ്. ഇൻഫാക്റ്റ് നമ്മുടെ ശരീരത്തിൻ്റെ അഡ്രിനൽ ഗ്രന്ഥികൾ ഉപയോഗിക്കുന്ന സ്റ്റിറോയിഡുകളാണ് നമ്മളെ രാവിലെ എഴുന്നേൽക്കാൻ സഹായിക്കുന്നത്, നമ്മുടെ ശരീരത്തിൻ്റെ ബ്ലഡ് പ്രഷറിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നത്, നമുക്ക് നടക്കുവാനും ചലിക്കുവാനും ഒക്കെയുള്ള ഒരു പ്രചോദനം എന്ന് പറഞ്ഞാൽ ശരീരത്തിനുള്ള സ്റ്റിറോയിഡാണ്. നമ്മുടെ ശരീരത്തിന് ഏതാണ്ട് ഒരു 5 മുതൽ 10 മില്ലിഗ്രാം വരെ പ്രെഡ്നിസോലോൺ ഇക്വലൻ്റ് ആയിട്ടുള്ള സ്റ്റിറോയിഡുകൾ ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഒരു 5 മില്ലിഗ്രാമും അതിന് താഴെയുള്ള സ്റ്റിറോയിഡ് യൂസേജ് പലപ്പോഴും നമ്മുടെ ശരീരത്തിനൊരു വലിയ കാര്യമായ, പലപ്പോഴും ഒട്ടുമിക്കവാറും ശരീരത്തിന് കാര്യമായ ദോഷങ്ങളൊന്നും ഉണ്ടാക്കാറില്ല. മാത്രമല്ല നമ്മുടെ ഇന്നേറ്റ് ആയിട്ടുണ്ടാകുന്ന സ്റ്റിറോയിഡിന് ചെറിയൊരു ബൂസ്റ്റ് മാത്രമേ ആവുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ സ്റ്റിറോയിഡ് ചികിത്സ എന്ന് പറയുന്ന ഒരു ബ്ലാങ്കറ്റായിട്ട് ഉപയോഗിക്കുന്ന ടേം ആകരുത്. എത്ര ഡോസ് എത്ര നാൾ ഉപയോഗിച്ചു എന്നതാണ് അവിടുത്തെ പ്രസക്തി. അപ്പോൾ ചെറിയ ഡോസിൽ വർഷങ്ങളോളം യൂസ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിനകത്ത് ഇപ്പോൾ ഒത്തിരി പഠനങ്ങൾ വരുന്നുണ്ട്. നമ്മളത് യൂസ് ചെയ്യുന്ന ചെറിയ ഡോസിൽ വർഷങ്ങളോളം യൂസ് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റിറോയിഡ് നിർത്തി നോക്കുക. രണ്ടും തമ്മിലുള്ള മോർട്ടാലിറ്റി ആൻഡ് സൈഡ് എഫക്ട്സ് കമ്പയർ ചെയ്തിട്ടുള്ള സ്റ്റഡീസ് വരുന്നുണ്ട്. അതിനകത്ത് വളരെ വീണ്ടും ആവർത്തിച്ച് വരുന്നൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക സിറ്റുവേഷൻസിനകത്തും ചെറിയ ഡോസ് സ്റ്റിറോയിഡ് കണ്ടിന്യൂ ചെയ്യുന്നത് നിർത്തുന്നതിനേക്കാളും അഡ്വാൻറ്റേജസ് ആണെന്നാണ്. അപ്പോൾ സ്റ്റിറോയിഡിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് ഈ ഒരു പോയിന്റ് നമ്മളെപ്പോഴും മനസ്സിൽ കരുതണം. സ്റ്റിറോയിഡിനെ ഒരു ബ്ലാങ്കറ്റ് നെഗറ്റീവ് വാക്കായി മാറ്റാതെ അതിനെ നമ്മുടെ സുഹൃത്തായി തന്നെ കണ്ട് അതിനെ എങ്ങനെ നമ്മുടെ ശരീരത്തിന് വഴങ്ങുന്ന രീതിയിൽ, നമ്മുടെ ആവശ്യത്തിന് വഴങ്ങുന്ന രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു അപ്രോച്ചിലേക്ക് പോകണം.